ഓടുന്ന തീവണ്ടിയിൽ മോഷ്ടാവിന്റെ കവർച്ച പ്രതിരോധിച്ച് 64-കാരി. രക്ഷയില്ലാതെ വന്നതോടെ ഇവരെ മോഷ്ടാവ് തീവണ്ടിയുടെ വാതിലിലൂടെ പുറത്തേക്ക് തള്ളിയിട്ടു. ചണ്ഡീഗഡ് കൊച്ചുവേളി കേരള സമ്പർക്ക് ക്രാന്തി എക്സ്പ്രസിലെ S1 സ്ലീപ്പർ കോച്ചിൽ യാത്ര ചെയ്ത തൃശൂർ തല്ലൂർ സ്വദേശിനി അമ്മിണി ജോസാണ് അപകടത്തിൽപ്പെട്ടത്. S1 കോച്ചിന്റെ വാതിലിനോട് ചേർന്ന സൈഡ് സീറ്റിലായിരുന്നു ഇവർ സഞ്ചരിച്ചിരുന്നത്. കോഴിക്കോട് തീവണ്ടി നിർത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ വർഗീസ് ശുചിമുറിയിലേക്ക് പോയി. തീവണ്ടി നീങ്ങിത്തുടങ്ങിയപ്പോൾ അമ്മിണി എഴുന്നേറ്റ് നിന്ന് സാരി ശരിയാക്കുന്നതിനിടെ സീറ്റിലുണ്ടായിരുന്ന ബാഗ് എടുത്ത് മോഷ്ടാവ് ഓടാൻ ശ്രമിച്ചു. ഉടൻ തന്നെ അമ്മിണി ബാഗിൽ പിടിമുറുക്കി. പിടിവിടാതെ മോഷ്ടാവിനെ പ്രതിരോധിക്കുകയും ചെയ്തു. ഇതിനിടെ ബാഗ് ബലമായി തട്ടിയെടുത്ത മോഷ്ടാവ് അമ്മിണിയെ വാതിലിലൂടെ പുറത്തേക്ക് തള്ളിയിട്ടു. ഇവർ വീണതിന് പിന്നാലെ മോഷ്ടാവും ചാടി. സംഭവ സമയത്ത് കോച്ചിലെ മറ്റ് യാത്രക്കാർ സുഖനിദ്രയിലായിരുന്നു. ശബ്ദം കേട്ട ശുചിമുറിയിൽ നിന്നും പുറത്തേക്ക് വന്ന സഹോദരൻ വർഗീസ് ടിടിയുടെ സഹായത്തോടെ ചെയിൻ വലിച്ച് തീവണ്ടി നിർത്തി. ചാടിയിറങ്ങിയ വർഗീസ് ട്രെയിൻ വന്ന വഴി പിന്നാലെ ഓടി. ഒപ്പം ചില യാത്രക്കാരും. തലപൊട്ടി ചോരയൊലിച്ചു നിന്ന അമ്മിണിയെ തിരിച്ചു കയറ്റി യാത്ര തുടർന്നു. തിരൂരിൽ ഇറക്കിയ അമ്മിണിക്കൊപ്പം സഹോദരൻ വർഗീസും സഹയാത്രികൻ താനൂർ സ്വദേശി മുഹമ്മദ് ജനീഫും റെയിൽവേ പോലീസും ഒപ്പമിറങ്ങി. അമ്മിണിയെ ആംബുലൻസിൽ ആദ്യം തിരൂരിലെ ഒരു ആശുപത്രിയിലെത്തിച്ചു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. തലയിലെ മുറിവിന് തുന്നലുകളിട്ടു. ബന്ധുക്കളെത്തി വൈകുന്നേരത്തോടെ തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയി. മുംബൈയിൽ സഹോദരന്റെ വീട്ടിൽ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു അമ്മിണിയും സഹോദരൻ വർഗീസും. ഉത്തരേന്ത്യക്കാരനെന്ന് സംശയിക്കുന്ന ഒരാളാണ് മോഷണ ശ്രമം നടത്തിയതെന്ന് അമ്മിണി പോലീസിന് മൊഴി നൽകി. തലനാരിഴയ്ക്കാണ് അമ്മിണി രക്ഷപ്പെട്ടത്. ട്രെയിനിന് വേഗത തീരെ കുറവായിരുന്നു. കൂടാതെ അമ്മിണി വീണ സ്ഥലത്ത് അപകടകരമായ വസ്തുക്കൾ ഉണ്ടായിരുന്നില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ സ്കാനിങ്ങിലും ആന്തരികമായി മറ്റ് പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതേസമയം പ്രതിയെക്കുറിച്ച് നിർണായക തെളിവ് ലഭിച്ചുവെന്ന് പോലീസ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട റെയിൽവേ പോലീസ് സൂപ്രണ്ട് അരുൾ ബി കൃഷ്ണയുടെയും പാലക്കാട് റെയിൽവേ ഡിവിഷൻ സെക്യൂരിറ്റി കമ്മീഷണർ നവീൻ പ്രശാന്തിൻ്റെയും മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.